വൈറ്റില ബസ് ടെർമിനൽ നിർമ്മാണത്തിനായി കിറ്റ്കോ തയ്യാറാക്കുന്ന പ്രൊജക്ട് 15-ന് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ടെർമിനൽ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ പ്രാഥമിക സർവേ കിറ്റ്കോ പൂർത്തിയാക്കി. ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുമ്പോൾ വൈറ്റില ജംഗ്ഷനിൽ ഉണ്ടാവുന്ന തിരക്ക് നിയന്ത്രിക്കാൻ കൂടി പര്യാപ്തമാകുന്ന മാർഗങ്ങൾ ഉൾപ്പെടെ കിറ്റ്കോ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് കൂടി ടെർമിനലിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കി നഗരഗതാഗതത്തിന്റെ ഏറിയ പങ്കും സിറ്റി സർവീസുകളിലൂടെയാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. മെട്രോ റെയിൽ വരുന്നതോടെ റോഡ് മാർഗമല്ലാതെ തന്നെ ബസ് ടെർമിനലിലേക്ക് യാത്രക്കാർക്ക് എത്തിച്ചേരാനാകും. വൈറ്റില ജംഗ്ഷനോട് വളരെ ചേർന്നാണ് ഈ ഹബ്ബ് വരുന്നത്. അപ്പം ആ ജംഗ്ഷനിൽ വീണ്ടും കൺജസ്റ്റ് ആവാതെ ഓൾറെഡി കൺജസ്റ്റ് ആയിട്ടുള്ള ജംഗ്ഷന്റെ ട്രാഫിക് കുറച്ചുകൂടി ഈസാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ട്രാഫിക് തിരക്ക് കുറച്ച് സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമുള്ളത് സഹോദരൻ അയ്യപ്പൻ റോഡിൽ കൂടി വരുന്ന മെട്രോ റെയിലാണ്. മെട്രോ റെയിൽ വരുന്നതുകൊണ്ട് ഒരു ഓവർ ബ്രിഡ്ജ് നാഷണൽ ഹൈവേയിൽ പണിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ടെർമിനലിനോട് ചേർന്ന് ജല, റെയിൽ ഗതാഗത സംവിധാനങ്ങളും വിഭാവനം ചെയ്യുന്നതാണ് റിപ്പോർട്ട്. റോഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ ജലഗതാഗത സൗകര്യമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണിയാമ്പുഴയിലേക്ക് ബോട്ട് സർവീസ് നടത്തും വിധമാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഇതേക്കുറിച്ച് വിവിധ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളും കൂടി വിശദമായി പഠിച്ച ശേഷമാകും കിറ്റ്കോ 15-ന് അവസാന റിപ്പോർട്ട് സമർപ്പിക്കുക.